ഭൂമിക്കടിയിലെ മിസൈൽ സാമ്രാജ്യം, അമേരിക്കൻ ബോംബുകൾക്കും തകർക്കാനാവാത്ത ഇറാന്റെ അണ്ടർഗ്രൗണ്ട് കോട്ട, ആകാശത്ത് മിസൈലുകൾ പൊട്ടിത്തെറിക്കുകയും സമുദ്രത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കപ്പെടുകയും ചെയ്യുന്ന ഈയൊരു സാഹചര്യത്തിൽ യുദ്ധം വെറുമൊരു ആയുധങ്ങളുടെ ഏറ്റുമുട്ടലായിട്ട് മാത്രം തുടരുന്നില്ല. ആരാണ് യഥാർത്ഥത്തിൽ മുന്നിൽ എന്നതിനേക്കാൾ ലോകത്തിനു മുന്നിൽ ആരാണ് വിജയ് എന്ന് തോന്നിക്കുന്നത് എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ നിർണായകമാകുന്നത്. ലോക രാഷ്ട്രീയത്തിന്റെ നാഡിയെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു സംഘർഷമാണ് ഇപ്പോൾ കൂടുതൽ ഗുരുതര ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ആകാശത്ത് മിസൈലുകൾ പൊട്ടിത്തെറിക്കുകയും സമുദ്രത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കപ്പെടുകയും ചെയ്യുന്ന ഈയൊരു സാഹചര്യം യുദ്ധം വെറുമൊരു ആയുധങ്ങളുടെ ഏറ്റുമുട്ടലായി മാത്രം തുടരുകയല്ല, അത് വലിയ ഭീഷണിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇന്ന് ലോകത്തെ മൊത്തത്തിൽ സ്തംഭിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നതും ലോകം ഭയപ്പെടുന്നതും. ഒരുപക്ഷെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ലോകം മൊത്തം സ്തംഭിക്കും എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കാൾ വേഗത്തിൽ വിവരങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് ഓരോ പ്രസ്താവനയും ഓരോ ആയുധമായി തന്നെ മാറുകയാണ്. ഇറാന്റെ നിലപാടുകൾ എപ്പോഴും ആയുധങ്ങളായി മാറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നത്. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലിയെ നടത്തിയ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ ഈ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും മനോവിജ്ഞാനപരവുമായിട്ടുള്ള തലങ്ങളെ തുറന്നു കാട്ടുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടുകൾക്കെതിരെ അവർ നടത്തിയ പ്രതികരണം വെറും അതൊരു വിശദീകരണമല്ല, മറിച്ചൊരു പ്രത്യാക്രമണമാണ്. അജ്ഞാത സ്രോതസ്സുകൾ വഴി പ്രചരിക്കുന്ന വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെയും സൈന്യത്തെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് അവർ ആരോപിക്കുമ്പോൾ യുദ്ധം ഇപ്പോൾ വിവരങ്ങളുടെ തലത്തിലേക്ക് എത്രമാത്രം മാറി എന്നതിന്റെ തെളിവ് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ നിർണായക വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന അവകാശവാദം ഉയരുമ്പോൾ അതിനെതിരെ സംശയങ്ങൾ ഉയർന്നതും യുദ്ധത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും ലോകം വിശ്വസിക്കുന്നത് എന്താണ് എന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കൂടുതലായി വ്യക്തമായിട്ട് പ്രകടമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ വിവരവും ഓരോ പ്രസ്താവനയും ഓരോ റിപ്പോർട്ടും തന്നെ യുദ്ധത്തിന്റെ ദിശ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളവയായി മാറിയിരിക്കുകയാണ്. അന്ന കെല്ലിയുടെ വാക്കുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം 90% വരെ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇറാന്റെ നാവികസേന വലിയ തോതിൽ തകർന്നുവെന്നും അവരുടെ ഉൽപാദന സൗകര്യങ്ങളിൽ 2/3 ഭാഗം നശിച്ചിരിക്കുകയാണെന്നും അവകാശപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഈ ഇറാനുമേൽ ശക്തമായിട്ടുള്ള വ്യോമ ആധിപത്യം പുലർത്തുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഏകമാർഗം അമേരിക്കയുമായിട്ട് കരാറിലെത്തുകയും അവരുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കെതിരെ തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അവസാനിക്കുന്നില്ല എന്നതാണ് പ്രധാന ആശങ്ക. ട്രംപ് ഭരണകൂടം 2-3 ആഴ്ചയ്ക്കുള്ളിൽ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ ശേഷി, ആയുധശേഖരം കണക്കിലെടുക്കുമ്പോൾ അത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ലക്ഷ്യമാണെന്ന് ചില സ്രോതസ്സുകൾ വിലയിരുത്തുന്നുണ്ട്. ഇറാൻ ഇപ്പോഴും ശക്തമായിട്ടുള്ള പ്രതിരോധ ശേഷി നിലനിർത്തുന്നു എന്നും മാത്രമല്ല അവരുടെ കരുത്തിനു മുന്നിൽ പകച്ചു പോവുകയാണെന്നും അവരുടെ ആയുധശേഷി പൂർണ്ണമായും തകരാത്തതാണ് എന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരൊറ്റ റിപ്പോർട്ട് മാത്രം മതി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പോരാട്ട വീര്യം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതും വ്യക്തമാക്കുന്നതും. എന്തായാലും ഇറാന്റെ യുദ്ധതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭൂഗർഭ സൈനിക അടിസ്ഥാനങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ 50 അടി താഴ്ചയുള്ള ഭൂഗർഭ അറ, അതിലൊരു മിസൈൽ സിറ്റി ഉണ്ട്. അവിടെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്യാധുനിക ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും ഉണ്ട്. ഇത് ഇറാൻ പലതവണയായിട്ട് ഈ അമേരിക്കയോടും ഈ പറയുന്ന ഇസ്രയേലിനോടും പറയുകയുണ്ടായി. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും ചെവി കൊടുക്കാതെയാണ് ഇന്നും യുദ്ധം നടത്തുന്നത്. എന്തായാലും അത് അവിടെ വയ്ക്കട്ടെ. ഇനി നോക്കുകയാണെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് തയ്യാറാക്കിയ തുരങ്കങ്ങളും ഗുഹകളും ഉൾപ്പെടുന്ന വിപുലമായിട്ടുള്ള ശൃംഖലയിൽ അവർ മിസൈൽ ലോഞ്ചറുകളും ആയുധശേഖരങ്ങളും ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇതുമൂലം അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാൻ അവരുടെ ആക്രമണശേഷി നിലനിർത്താൻ സാധിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇരു രാജ്യങ്ങളും ഉദ്ദേശിക്കുന്ന ഒരു സംഭവം, അതായത് അമേരിക്കയ്ക്കും ഈ പറയുന്ന ഇസ്രയേലിനും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിൽ എത്രയോ അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇറാൻ ഇവരോട് പറയുന്നത്. ഇറാന്റെ 50 അടി താഴ്ചയിലേക്കുള്ള മിസൈൽ
മിസൈൽ ആ ഒരു ഭൂഗർഭം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടത്താൻ പോലും ഒരിക്കലും സാധിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അത്രയേറെ ഒരു സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഈ ഒരു മിസൈൽ സിറ്റികളൊക്കെ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ തകർത്തു എന്ന് എങ്ങനെ ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും പറയാൻ കഴിയും? അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ആക്രമണം നടത്തുകയും പിന്നീട് അവ നീക്കം ചെയ്യുന്നത് അവയെ കണ്ടെത്തുന്നത് വരെ വളരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം വെറും ഒരു വ്യോമാക്രമണങ്ങളിലൂടെ മാത്രം ജയിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. അതിനാലാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഒരു തുരങ്ക പ്രവേശന കവാടങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളും കൂടുതൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കീർണവും അപകടകരവുമായിട്ടുള്ള ദൗത്യമാണ്. സമുദ്രരംഗത്ത് സംഘർഷം ശക്തമാണ്. ഇറാന്റെ പരമ്പരാഗത നാവികസേന വലിയ തോതിൽ തകർന്നിട്ടുണ്ട് എങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ പ്രത്യേക നാവിക വിഭാഗം ഇപ്പോഴും കാര്യമായിട്ടുള്ള ശേഷി നിലനിർത്തുന്നുണ്ട്. ചെറിയ ബോട്ടുകളും ആളില്ലാ ഉപരിതല കപ്പലുകളും ഉപയോഗിച്ച് അവർ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന നാടിയായിട്ടുള്ള ഈ ഒരു കടലിടുക്കിൽ സ്ഥിരത നഷ്ടപ്പെട്ടാൽ അതിന്റെ ആഘാതം ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കും. അതിൽ സംശയവുമില്ല. സെൻകോം നൽകിയ കണക്കുകൾ പ്രകാരം 115-ലധികം ഇറാനിയൻ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇറാന്റെ സമുദ്രശേഷി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നതാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ ലക്ഷ്യമിടാനുള്ള അവരുടെ കഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡ്രോണുകളും പ്രോക്സി സേനകളും ഉപയോഗിച്ച് ഇവർ ആക്രമണങ്ങൾ തുടരാനാകുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇനി യുദ്ധത്തിന് മറ്റൊരു പ്രധാന വശം എന്ന് പറയുന്നത് ഈ വിവരങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ്. ഒരു വശത്ത് അമേരിക്ക വിജയങ്ങൾ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് യുദ്ധം ദീർഘകാലത്തേക്ക് നീളാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ സൂചിപ്പിക്കുകയാണ്. യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യവും രാഷ്ട്രീയ പ്രസ്താവനകളും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം അന്താരാഷ്ട്ര സമൂഹത്തിന് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ഇനി ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പണ്ടോറ ബോക്സ് തുറന്നതുപോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ലോകം വീക്ഷിക്കുന്നത്. ഒരിക്കൽ തുറന്നാൽ അടയ്ക്കാൻ കഴിയാത്ത വെല്ലുവിളികളും അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളുമാണ് ഈ പെട്ടിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇത് കേവലം രണ്ട് സൈനികർ തമ്മിലുള്ള അതിർത്തി തർക്കമോ അല്ലെങ്കിൽ ആയുധബലത്തിന്റെ പ്രകടനമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഇറാൻ കെട്ടിപ്പടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും അതായത് മിസൈൽ സിറ്റികളും അദൃശ്യമായിട്ടുള്ള സൈബർ ശൃംഖലകളും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അസമത്വ യുദ്ധരീതികളും ചേർന്ന ഒരു സങ്കീർണമായിട്ടുള്ള വലയമാണ്. അമേരിക്കയും ഇസ്രയേലിനെയും പോലുള്ള അതിശക്തരായിട്ടുള്ള ശത്രുക്കളെ നേരിടാൻ ഇറാൻ സ്വീകരിക്കുന്ന ഈ ഒരു അസിമെട്രിക് യുദ്ധമുറകൾ ലോകത്തെ പരമ്പരാഗത സൈനിക സങ്കല്പങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ആഗോള സമുദ്രപാതകളെ മുൾമുനയിലാക്കി ഇറാൻ തങ്ങളുടെ സൈനിക നീക്കം വിപുലീകരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ തന്ത്രപ്രധാനമായിട്ടുള്ള ബാം എൽ മന്ദേബ് കടലിടുക്കിന്റെ നിയന്ത്രണം കൂടി ഏറ്റെടുക്കാനാണ് ഇറാന്റെ പുതിയ നീക്കം നടക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. യുദ്ധം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അവസ്ഥ. ഇനി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാണ് സമുദ്ര ഉപരോധം വ്യാപിപ്പിക്കാനുള്ള ഈ ഒരു നിർണായക തീരുമാനം അറിയിച്ചിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യാപാര പാതകളിൽ ഒന്നായ ബാം എൻ മന്ദേബ് കൂടി ഇറാന്റെ പിടിയിലായി കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ബാം എൽ മന്ദേബിന്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുന്നതോടെ സൂയിസ് കനാൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള കപ്പലുകളുടെ പ്രവേശനം പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കാം. ഇത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ചർച്ചാ നീക്കത്തെയും ആഗോള ഇന്ധന വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായിട്ട് സൈനിക നടപടി സ്വീകരിക്കുന്നത് അത്യന്തം അപകടകരവും ഭാരിച്ച ചിലവുമുള്ളതാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സൈനിക നീക്കം വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രയേൽ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് സമുദ്രപാതകളിലെ ഈ ഒരു കടന്നുകയറ്റത്തെ പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഇറാന്റെ ഓരോ നീക്കത്തെയും ഇപ്പോൾ വീക്ഷിക്കുന്നത്. ഏതായാലും ഇത്തരം നീക്കങ്ങളിലൂടെ പോകുമ്പോൾ ഒരു കാര്യം മാത്രമാണ്, അമേരിക്ക ആകെ അടിപതറിയിരിക്കുകയാണ്. ഇനി കൂടുതൽ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞാൽ ഇതിലും അധികം അവർ വിഷമിക്കും. വലിയ പ്രതിസന്ധി അമേരിക്കയും ലോകം മൊത്തത്തിൽ നേരിടേണ്ടി വരും എന്നതിൽ സംശയമില്ല.